ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് നല്ല തണുപ്പാണ്, ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ക്യാമ്പിങ്ങിന് പോകാമെന്ന് കണ്ട. നല്ല തണുപ്പ് കൂടി നിൽക്കുന്ന സമയമാണ്. ഇന്നും നല്ല തണുപ്പാണ്. ഞങ്ങൾ ഹട്ടയിൽ പോകാമെന്ന് ഓർത്തിട്ടാണ്. ഞങ്ങളെല്ലാം എടുത്ത് വെച്ച് ടെൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ച് ഏകദേശം 3:30 5:30 ആവും നമ്മളങ്ങ് ചെല്ലുമ്പോൾ. അപ്പം നമ്മളത് വണ്ടി കയറുവാണ്. ഞങ്ങളപ്പോൾ ദുബായ് റോഡിൽ കയറി പൊക്കോണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറുണ്ട്. 5:38 ആകുമ്പോഴത്തേന് നമ്മളെത്തും. നമ്മൾ പിന്നെ പെട്രോൾ അടിക്കാനൊക്കെ കയറിയായിരുന്നു. പെട്രോൾ ഇല്ലായിരുന്നു, പെട്രോൾ അടിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അതേണ്ട പൊക്കോണ്ടിരിക്കുക. നമ്മളപ്പോൾ ഒരു ചായ കുടിക്കാൻ പോവാ കേട്ടോ. ഇവിടെ നമ്മളപ്പോൾ ആ ദുബായ് റോഡിൽ നിന്ന് നമ്മൾ അന്ന് പോയില്ലേ ഫുജേറ, ആ സെയിം റോഡ് കയറി. ഇവിടെ കുറച്ച് കടകളുണ്ട്, പക്ഷേ ചായക്കട ഉണ്ടോ നോക്കട്ടെ. ഉണ്ട്, ഒരു ബക്കാല ഉണ്ട്, കിട്ടുമായിരിക്കും. ഇവിടെ ഇവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്. നമുക്ക് എവിടെ നിന്ന് വേണേലും കുടിക്കാം. റെസ്റ്റോറൻറ്റ് പക്ഷെ ചായ കിട്ടുന്ന ടൈപ്പ് അല്ല. ഇവിടെ ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ കറക്കുമ്പം. ചായ ഉണ്ട് കേട്ടോ. പിന്നെ എന്ത് സ്നാക്സ് ഒക്കെ ഉണ്ട്, സമൂസ അങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് ചായ കിട്ടി കേട്ടോ, നല്ല ചൂട് ചായയാണ്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഊതി കുടിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കോഫി കുടിച്ചിട്ട് എൻ്റെ നാക്ക് പൊള്ളിപ്പോയായിരുന്നു. അത് ഇതുവരെ മാറിയില്ല. നമ്മളവിടെ പോയി ഒരു കോഫി, ഒരു ബക്കാലന്ന് കോഫി അന്ന് പോയപ്പോ നമ്മളെ അപ്പൊ ഇങ്ങനെ മലയൊക്കെ കണ്ടു തുടങ്ങി. ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും നേട്ട മലയൊക്കെ കണ്ടു തുടങ്ങി. നല്ല രസമുണ്ട്. നമ്മള് കഴിഞ്ഞ തവണ വന്ന അതേ വഴി, അതേ റോഡ് തന്നെ. ഇത് കണ്ടോ, അവിടെ ഒട്ടകം ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഗ്ലാസ് ആദ്യം പൊട്ടാതെ കിട്ടിയോന്ന് അറിയില്ല. ഗ്ലാസ് അങ്ങോട്ട് താഴ്ത്തിയപ്പോഴത്തേക്ക് ഭയങ്കര തണുത്ത കാറ്റ്. ഇപ്പൊ ഇവിടെ ഭയങ്കര തണുപ്പുള്ള സമയമാട്ടോ, നല്ല തണുപ്പുണ്ട് ഇവിടെ. നമുക്ക് രാവിലെ ടെമ്പറേച്ചർ നോക്കിയപ്പോ 10 ആയിരുന്നു കാണിക്കുന്നത്. ഇന്നലെ ഇന്ന് ഭയങ്കര തണുപ്പായിരുന്നു. നമ്മളപ്പം വാഷ്റൂമിൽ പോകാൻ വണ്ടി നിർത്തിയായിരുന്നു കേട്ടോ. വാഷ്റൂമിൽ പോയി തിരിച്ചു വണ്ടി കയറി. ഇപ്പം നമ്മൾ മുറുക്ക് കഴിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയതാ, പോകുമ്പോൾ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാ കേട്ടോ. അപ്പം നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെ അപ്പം ഇവിടെ ചുമ്മാ നിർത്തിയതാ കേട്ടോ. ഇവിടെ കുറേ ലോറിയൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം ഞങ്ങളിവിടെ ചുമ്മാ നിർത്തിയതേ. അവിടെ സൺസെറ്റ് ആവാറാവുന്നു, പക്ഷേങ്കിൽ ഫുള്ള് ക്ലൗഡ്സ് പോലെ, അതുകൊണ്ട് ശരിക്കും ആ സൺസെറ്റ് കാണാൻ പറ്റില്ല. ഇവിടെ തന്നെ ഇങ്ങനെ കുറേ ലോറിയൊക്കെ നിർത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിനി അങ്ങോട്ട് പോവും. അതേ അവിടെ ഫ്രണ്ടിലെല്ലാം നമുക്ക് മലകൾ കാണാം കേട്ടോ, ഫുള്ള്. നമ്മളപ്പോൾ ഇപ്പം മല രണ്ട് സൈഡിലും മലയുള്ള വഴിയായേ. നല്ല രസമുണ്ട്. ഫുള്ള് മലകളാണ് ഇങ്ങനെ. അതായത് എവിടെ നോക്കിയാലും മലയാണ്. പച്ചപ്പൊന്നും കാണുന്നില്ല, പക്ഷെ പച്ചപ്പിന്നല്ല ഇവിടെ പച്ചപ്പില്ലാത്ത മലയാണ്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. എന്താന്നറിയില്ല. നമ്മുടെ ഫ്ലാഗും വെച്ചിട്ടുണ്ട്. എന്താന്നതറിയില്ല. സണ്ണിങ്ങനെയാവട്ടെ കാണുന്നത്, ഒരു മൂടല് പോലെ. അതുകൊണ്ട് സൺസെറ്റൊക്കെ കറക്റ്റ് കിട്ടുമോന്നറിയില്ല. കണ്ടോ, ഒരു മേഘത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മൂടി നിൽക്കുക. അത് ഈ തണുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. ക്ലൗഡ്സ് ഉള്ളതുകൊണ്ട് അതില് കറക്റ്റ് സൺസെറ്റ് ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ അരിയാറൊക്കെ പോയപ്പോൾ സൺസെറ്റ് നല്ല സൂപ്പറായിട്ട് കിട്ടിയായിരുന്നു. നമ്മളപ്പം ഹത്തയായി കേട്ടോ. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. റൗണ്ട് അബൌട്ട് ആട്ടോ, റൗണ്ട് അബൌട്ടിന് നടുക്കാതെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ മസ്കൗട്ട് എന്ന് നമ്മൾ കണ്ടത് എനിക്ക് തോന്നുന്നു ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ, അറിയില്ല.
സൈഡിലൊക്കെ ഒരു എന്തോ പണി നടക്കും അതിന്റെയൊക്കെ. ഇവിടെ ഒന്നുമില്ല, മലകൾ മാത്രം. കണ്ടോ മുകളിലെ മല, അത് കണ്ടോ ഒരു ഷീറ്റിലിരിക്കുന്ന മല. അവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്. കുടുങ്ങി കുടുങ്ങിയ നമ്മള് പോകുന്നത്. അവിടെ ഒരു വലിയ മതിലുണ്ട്. സൈൻ ബോർഡൊക്കെ നമുക്ക് കാണാം കേട്ടോ. കണ്ടോ ഇവിടെ എന്തോ പണി നടക്കുക. നമുക്ക് കാണാം, പക്ഷെ അത് വീഡിയോയിൽ കാണത്തില്ലായിരിക്കും. ആ മലയുടെ മുകളിലാണേ, ഒരുപാട് ദൂരെയാ. നമുക്കിവിടെ കാറിരിക്കുമ്പോ കാണാം, പക്ഷെ വീഡിയോയിൽ കിട്ടത്തില്ല. ഇത് കണ്ടോ, ഇതൊരു ഫോർട്ട് കാണാം നമുക്ക് ആ കുഞ്ഞു മലയുടെ പൊക്കത്തെ. ഇങ്ങോട്ടേക്ക് നമുക്ക് കേറാനൊക്കെ പറ്റും. പണ്ട് ഞങ്ങൾ വന്നിട്ടുള്ള അവിടെ കണ്ടോ, ഇത് മസ് ഫോർട്ടിന്റെ ഒരു കവാടം പോലെ വെച്ചിട്ടുണ്ട്. ഇത് അൽബമ ഫോർട്ട് എന്നാ കേട്ടോ ഈ ഫോർട്ടിന്റെ പേര്. ഇവിടെ എഴുതി ആരോ വെച്ചിട്ടുണ്ട്, അൽബമ ഫോർട്ട്. കണ്ടോ, ഇതില്ലായിരുന്നു ഇവിടെ, വഴിയായിട്ടില്ലായിരുന്നു, റോഡായിട്ടില്ലായിരുന്നു തോന്നുന്നു ഇവിടെ. അങ്ങനെ എനിക്ക് തോന്നുന്നത്. കണ്ട അവിടെ ഫ്ലാഗ്, ആ ഫോർട്ടിന്റെ അവിടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഫോർട്ടിന്റെ അങ്ങോട്ട് നമ്മൾ നടന്ന് കയറി പോണം തോന്നല്ലേ. താഴെ വരെ വണ്ടി പോകും. ക്യാമ്പ്, ഇവിടെയൊക്കെ ക്യാമ്പിംഗ് ഉണ്ടോ? നമ്മളപ്പോൾ പുറത്തിറങ്ങി കേട്ടോ. ഭയങ്കര തണുപ്പാണേ പുറത്തിറങ്ങിയിട്ട്. അയ്യോ ഭയങ്കര കാറ്റും വിറക്കുന്ന തണുപ്പ്. കണ്ട ഇതാണ് സ്ഥലം. നമ്മളെ ഫോർട്ട് അവിടെയാട്ടോ. നമ്മൾ ഇങ്ങനൊരു താഴത്തൊരു പാർക്കിംഗ് ഏരിയ പോലെ ഉണ്ട്, അങ്ങോട്ട് വണ്ടി ഇട്ടതാ. അയ്യോ ഭയങ്കര തണുപ്പ്. ഇവിടെ എന്താ പണിയൊക്കെ നടക്കുക കേട്ടോ. ഇത് ആ റോട്ടിൽ കൂടെ നമ്മൾ വന്നത് ഇങ്ങോട്ടേക്ക്. കണ്ട ഇവിടുന്ന് പോയ കാർ അതിലേ പോകുന്നത്. ഫുള്ള് മലകളാണ്, എവിടെ നോക്കിയാലും മലകൾ. ഇത് കണ്ടു, ഇവിടുന്ന് വണ്ടിയുടെ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. വണ്ടിയും ഫുള്ള് മലകളുമായിട്ട് കിട്ടും. നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നതും അങ്ങനെ ഒരു സ്ഥലത്താണ് കേട്ടോ. ഫുള്ള് മലയാണ്, കുറച്ചൊന്ന് അകത്തോട്ട് ഇറങ്ങി പോകണം. നല്ല തണുപ്പുണ്ട് കേട്ടോ, വിറയ്ക്കുന്നു നല്ലോണം, അത്രയ്ക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ വേണ്ടി സ്റ്റെപ്പ് നടന്ന് കയറണം. വേണ്ടി ഇവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ. ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിതിൻ്റെ പേരറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നോക്കി, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് കണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ആ വഴി എടുത്ത് ഇങ്ങോട്ട് വന്നത് നന്നായി. കുറച്ച് കയറാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഒത്തിരിയൊന്നും ഇല്ല, കുറച്ച്. നമുക്ക് ദോ അവിടെ ആ മലയിലെ ഹട്ടയുടെ സൈൻ ബോർഡ് കാണാം കേട്ടോ. അവിടെ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഇത് കണ്ടോ. ഇവിടെ നമുക്ക് ആ ഹട്ട ടൗൺ ഫുള്ള് കാണാം കേട്ടോ. ഭയങ്കര രസമുണ്ട്. ഇതുവഴി ഇങ്ങനെ നടന്ന് കണ്ടോ, അവിടെ വരെ വഴിയുണ്ട് നടന്ന് പോകാൻ. കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് ഹട്ട ഓൾമോസ്റ്റ് കാണാൻ പറ്റും. ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോഴേ അങ്ങോട്ട് ഉണ്ട്. ഇത് ഞാൻ വിചാരിച്ച ആ മലയുടെ അവിടെ വെച്ച് അവസാനിക്കുകയാണ് ഈ വഴി, പക്ഷെ അത് അങ്ങോട്ടുണ്ട്. ഞാൻ അപ്പോൾ ഒന്ന് പോയി നോക്കാം. ഇവിടെ നടക്കാൻ ഇങ്ങനെ സ്ഥലം ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഓപ്പൺ ആക്കി ഇട്ടേക്കുക. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഇവിടെ ഇരിക്കാൻ ഇങ്ങനെ ഒരു ബെഞ്ച് പോലൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ആണെങ്കിൽ നമുക്ക് വേണ്ടി ഇവിടെ ഇരിക്കാം. ഇങ്ങനെ ഇരുന്നാൽ നല്ല വ്യൂ ആണ്. ഇതിങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പ്. വെയിലിങ്ങനെ സൺസെറ്റ് കഴിഞ്ഞ ഒരു സമയമാണ്. ഇത് നടക്കാൻ നല്ല രസമുണ്ട്. ഇതേ അവിടെ കണ്ടോ, അതറിയത്തില്ല.
കണ്ടോ ലൈറ്റ് ഫുള്ള് ഇങ്ങനെ ഇട്ടിട്ടിട്ട്. എനിക്കൊന്ന് റോഡിൻ്റെ സൈഡ് തന്നെ കേട്ടോ. ആ വഴി ഇവിടെ വരെ ഉള്ളു കേട്ടോ. അതോ അല്ല വഴിയുണ്ട് കേട്ടോ. കണ്ടോ ഇത് സ്റ്റെപ്പാണ്. ഇതിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങനെ പോവാം. ഇതോ അവിടെ വരെ ചെല്ലാം കേട്ടോ. ആ അവിടെ വരെ ചെല്ലാം. അത്രയും നടക്കാൻ വയ്യ, നമുക്ക് തിരിച്ചു പോവാം. നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളോർത്ത് ഇങ്ങനെ കയറി അവിടോട്ട് പോകാമെന്നോർത്ത്. അതാ നമ്മുടെ ഫോർട്ട്. അപ്പം തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. നമ്മളപ്പം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. നമ്മളപ്പം കയറി ഇതിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇത് ഒരു ഡോറുണ്ട് ഇവിടെ, അത് പൂട്ടിയിട്ടേക്കുക. കൈയൊക്കെ മരവിച്ച് നല്ലോണം, അത്രയ്ക്ക് നല്ല തണുത്ത കാറ്റാ. ഇവിടെ ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ചെയർ കണ്ടോ, ഇരിക്കാൻ റെഡിയാക്കിയേക്കുന്നേ കല്ല് വെച്ചാ കണ്ടോ. കല്ല് വെച്ച് ഇത്തരത്തിലാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഭയങ്കര പച്ചപ്പ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും ഇപ്പുറത്തും അവിടെ ഓരോ വീടും ഉണ്ട്. ഈ കാണുന്നില്ല, ഇതൊരു ലേക്ക് പോലെ കേട്ടോ. എല്ലായിടത്തും ലൈറ്റ് കത്തി തുടങ്ങി. കണ്ടോ ഈ മലയുടെ മണ്ടേ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഹട്ടയുടെ ബോർഡാ ലൈറ്റ് കാണുന്നത്. ഞങ്ങളെ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങും ആ ക്യാമ്പിംഗ് സ്പോട്ടിലേക്ക് പോയി നോക്കാമെന്ന് വെച്ചാൽ. അതിന് ഇവിടുന്ന് ഒരു 12-15 കിലോമീറ്റർ അല്ല, മിനിറ്റൂടെ ഉള്ളേ. അപ്പോൾ അവിടോട്ടൂടെ പോയി നോക്കാമെന്ന് ഓർത്തുന്നത് അവിടുത്തെ അവസ്ഥ. ഞങ്ങൾ രണ്ട് ഇറങ്ങുമോ ഇവിടുന്ന്. നമ്മളിതേ താഴെ എത്തി കേട്ടോ. വണ്ടി ഇട്ടിടത്തായി. ഇവിടെ ആരുമില്ല, നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രമേ ഉള്ളൂ. സാധാരണ വീക്കെൻഡിലൊക്കെ വരുമ്പോൾ നല്ല തിരക്ക് കാണാറുള്ള. വീക്കെൻഡ് മീൻസ് ലോങ് വീക്കെൻഡുകളിൽ. ഞങ്ങളപ്പോൾ ആ ലീവ് ലേക്കിലൊന്ന് കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോ കേറിയായിരുന്നു അവിടെ നല്ല രസമാണ്. അതായത് ഇങ്ങനെ ലേക്കിന്റെ നടുക്കൂടെ ഒരു പാലം ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ പാലത്തിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് സീറ്റും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്ത് അതുവഴി കുറച്ചു നേരം ഒന്ന് നടന്നിട്ടൊക്കെ അങ്ങോട്ട് പോകാൻ നിർത്തി ക്യാമ്പിംഗ് സ്പോട്ടിലോട്ട്. ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ലീം ലേക്ക്. കണ്ടോ ഇവിടെ ഇതാണ് കണ്ട വെള്ളവാ, അത് ലേക്കാണ്. അത് ഇരുട്ടായതുകൊണ്ട് ലേക്ക് ക്ലിയർ ആവത്തില്ല. കണ്ടോ ഇത് ലീം ലേക്കിന്റെ പാർക്കിംഗ്. ഇവിടെ കുറച്ച് കഫേ ഒക്കെ ഉണ്ട്. ഇങ്ങനെ കയാക്ക് റെന്റിംഗ് ഉണ്ട് കേട്ടോ, അവിടെ എഴുതി വെച്ചേക്കുന്നു. നമ്മളപ്പോൾ പാർക്കിങ് നമുക്ക് ആ സൈഡിൽ കിട്ടിയില്ല. അപ്പം നമ്മൾ ഈ സൈഡിൽ കറങ്ങി വന്നു കേട്ടോ. ഇപ്പം നമ്മളിത് വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പം നമ്മൾ ക്രോസ് ചെയ്ത് പോകണം നമുക്ക്. ഇതേ കണ്ടോ, ഇവിടെ ആണെങ്കിൽ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ്സ്, BBQ സ്റ്റേഷൻ, റെസ്റ്റ് ഏരിയ എല്ലാം ഉണ്ട്. അത് കണ്ടോ, ആ ലൈറ്റ് കാണുന്ന ഈ ലേക്കിൻ്റെ നടുക്കൂടുള്ള പാല. ഇതിൻ്റെ അപ്പുറത്ത് ലേക്കാട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. തടി കൊണ്ടുള്ള ബെഞ്ച്, ഇവിടെ വന്നിരുന്ന് കഴിക്കണമെങ്കിൽ കണ്ടോ റൗണ്ടിലുള്ള ബെഞ്ച് എല്ലാം ഉണ്ട്. ഇത് ലേക്കാട്ടോ. കണ്ടോ ഇതിങ്ങനെ പോകുന്നത് ലേക്കാണ്. നമുക്ക് നാളെ രാവിലെ ഒന്നുകൂടെ വരാം, അപ്പോൾ ശരിക്ക് കാണാൻ പറ്റും. അവിടെ മറ്റേ ഊഞ്ഞാൽ പോലൊക്കെ ഉണ്ട്. പണ്ട് ഞങ്ങൾ ചൂടുള്ള സമയത്ത് ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. പണ്ട് ഈ ഗോപ്രോയുടെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമായിരുന്നു രാത്രിയിലത്തെ ഈ ലൈറ്റ് എടുക്കുമ്പോൾ. പിന്നെ ഞാൻ എൻ്റെ സെറ്റിങ്സ് മാറിയപ്പോൾ ഇപ്പോൾ റെഡിയായി, ഇപ്പം ഭംഗിയായി.
ഇവിടെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പം വീണ്ടും ഇതേലത്തെ കൊച്ചു കഫറ്റീരിയ പോലെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് എന്തോ പണിതുകൊണ്ടിരിക്കുക, എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ ബ്രിഡ്ജ് കയറി അപ്പുറത്തോട്ട് പോയി നോക്കാമെന്ന് കണ്ടിറങ്ങി. 2 ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഓ, ഇത് കയറി നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെന്ന് ഇറങ്ങും, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, പിന്നെ ഒരെണ്ണം കയറി ഇറങ്ങിയിട്ട് പിന്നെ ഒന്നുകൂടെ കയറുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെത്തും. ഇത് വെള്ളത്തിന്റെ നടുക്കുള്ളതാ. ആ, ഇപ്പൊ രണ്ടും വെള്ളത്തിന്റെ നടുക്ക് തന്നെയുള്ള. അങ്ങനെയല്ല, ഇപ്പൊ ഈ ബ്രിഡ്ജ് കയറി നമ്മൾ വെള്ളത്തിന്റെ നടുക്ക്. ആ അതെ, അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ കയറുമ്പോൾ അപ്പുറത്ത് ഇറങ്ങും. ഇതേ അവിടെ കേട്ടോ കയാക്ക് റെൻഡറിങ് കണ്ടോ, ആ ലൈറ്റ് കാണുന്ന കയാക്ക് റെൻഡറിങ്. പക്ഷെ റെൻഡറിങ് അല്ല, റെൻഡിങ്. നമ്മളപ്പോൾ ഈ നടുക്കത്തെ പോർഷനിലെത്തി കേട്ടോ. ഇവിടെ നിന്ന് നല്ല രസമാണ്, ഈ ലേക്കൊക്കെ ശരിക്കാണ്, പുറകെ മലയൊക്കെ ആയിട്ട്. ഇതാ നടുക്കത്തെ പോർഷൻ, ഇവിടെ ഇരിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. ഇനിയിപ്പം തന്നെ ഈ ഒരു ബ്രിഡ്ജിലൂടെ കയറിയാൽ നമ്മൾ ഈ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിലെത്തും. ഇവിടുന്ന് ഇറങ്ങുക, നാളെ പകൽ വരാമെന്ന് ഓർത്ത് വെട്ടമുള്ള സമയത്ത്. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാം. ഇനി ക്യാമ്പിംഗ് സ്പോട്ടിലേക്ക് പോകാമെന്ന് വെച്ച്. അവിടെ ചെന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യൊക്കെ വേണം, അപ്പോൾ സമയം വേണം. നമ്മൾ കഴിഞ്ഞ തവണ ഈ ഹത്താ സൂക്കിൽ കേറിയായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ഇരിക്കും. ഉള്ളിൽ കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ. കേറിയിട്ട് നമ്മള് ജസ്റ്റ് അവിടെ ഇവിടെ കുറച്ച് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പിന്നെ അപ്പൊ തന്നെ ഇറങ്ങി. പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊന്നും ഇല്ലായിരുന്നു. നമ്മളപ്പം ഇവിടെ എത്തി കേട്ടോ. എത്തിന്ന് വെച്ചാൽ ഉള്ളിലേക്ക് പോണം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ക്യാമ്പിംഗ് ഏരിയ. നമ്മൾ കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ. ഇത് റോഡിൽ നിന്ന്, നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാ. അങ്ങനെ റോഡായിട്ടല്ല, ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇത്രയും സെറ്റപ്പ് അല്ലായിരുന്നു. നേരത്തെ ഇത് വെറുതെ കിടക്കുമായിരുന്നു, ഇങ്ങനെ ഇത്രയും പോലും ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. സാധാരണ നമ്മൾ ലോങ് വീക്കെൻഡിലൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്. ഇപ്പോഴത്തെ എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. നമ്മളെ അപ്പോൾ ഇവിടെ എത്തിയേട്ടെ, ഈ മണ്ടയിൽ കാണുന്ന ക്യാമ്പിംഗ് സ്പോട്ട്. നമ്മളെ അപ്പോൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ഇട്ട് കേട്ടോ. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഞങ്ങളൊരു കൊച്ചു ലൈറ്റ് മേടിച്ചായിരുന്നു കണ്ടോ. നമ്മൾ വണ്ടി ഇവിടെ ഇട്ട് ഇതുണ്ട്. ഇവിടെ നമ്മളിനി ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലൈറ്റ് നമുക്ക് എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല വെട്ടം കിട്ടും. അപ്പോൾ എന്നിട്ട് നമുക്ക് ടെൻ്റൊക്കെ സെറ്റ് ചെയ്യാം. നമ്മളപ്പോൾ ഇത് ചെയറൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. ഇവിടെ ചെയറും ടെൻ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ച്. ഇനിയിപ്പോൾ നമ്മളിവിടെ സ്ഥലമൊക്കെ നോക്കി. ഇവിടെ ചെറിയ കല്ലൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം. അതെ, അതൊക്കെ നമ്മളപ്പോൾ മാറ്റി. ഇനിയിപ്പോൾ നമ്മൾ ടെൻ്റൊക്കെ തുറന്നിവിടെ വയ്ക്കുവാണേ. അവിടെയൊക്കെ ഫുള്ള് മലകളാണ് കേട്ടോ. പക്ഷെ അത് രാവിലെ കാണിക്കാം. അവിടെയൊക്കെ ആൾക്കാർ ടെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ആ മലയുടെയൊക്കെ അപ്പുറത്തൊക്കെ. വീക്കെൻഡിലൊക്കെ വരുമ്പോൾ ഫുള്ള് ടെൻറ്റിങ് ആയിരുന്നു. നമ്മളപ്പോൾ ടെൻ്റൊക്കെ തുറന്ന് വയ്ക്കുക. നമ്മുടെ ഒരു ബ്ലൂ കളറാണ് കേട്ടോ ടെൻറ്റ്. സൺറൈസ് ഏത് സൈഡാണെന്ന് അറിയില്ല, നമുക്ക് നാളെ അറിയാൻ പറ്റത്തുള്ളൂ. ആകാശത്തൊക്കെ ഫുള്ള് സ്റ്റാറൊക്കെ ഉണ്ട്, അത് പക്ഷേ ക്യാമറയിൽ ക്ലിയർ അല്ല. കണ്ട് ടെൻറ്റ് നമ്മളപ്പോൾ എടുത്ത് വെച്ചു.
നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് കേട്ടോ. അങ്ങോട്ട് ഈ സൈഡിൽ കൂടെ ഇറങ്ങാം, നമുക്ക് ആ സൈഡിൽ കൂടെ ഇറങ്ങാം. അപ്പോൾ അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെച്ചത്. അതാകുമ്പോൾ ആ റോഡൊക്കെ നമുക്ക് രാവിലെ കാണാൻ പറ്റും. കണ്ടോ, ആ ലൈറ്റ് കാണുന്ന റോഡാണേ. തണുപ്പ് കാരണം ഉണ്ടല്ലോ നമ്മുടെ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. നമ്മളപ്പോൾ അതേ ചെയറും ടെൻ്റൊക്കെ റെഡിയാക്കി വെച്ചിന്. ഇപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ ഗ്യാസ് എടുത്തുകൊണ്ട് വരണം. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൗവ് വെച്ചു. നമ്മുടെ ഗ്യാസ് ചെറിയ സിലിണ്ടറുണ്ട്, അതിപ്പോൾ കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് കുക്കിംഗ് പരിപാടിയിലേക്ക് നോക്കാം. കണ്ട ഭയങ്കര കാറ്റുണ്ട് കേട്ടോ, ടെൻ്റൊക്കെ പറക്കും. എല്ലാം ചിക്കനൊക്കെ വറുക്കാൻ പോവാട്ടോ. ആദ്യം നമ്മൾ എണ്ണ കട്ട പിടിച്ചിരിക്കുക. ഞങ്ങളെ ചിക്കൻ കൊണ്ടുവന്നായിരുന്നു, ചിക്കൻ പുരട്ടി വെച്ചിട്ട് കൊണ്ടുവന്നായിരുന്നു. ചിക്കനും കൊണ്ടുവന്ന് പിന്നെ സോസേജും അതുപോലെ കൊണ്ടുവന്നായിരുന്നു. കാറ്റുണ്ട്. എണ്ണത് പതുക്കെ പതുക്കെ കുറച്ച് അടുത്ത് വന്നു കേട്ടോ. നല്ല കാറ്റുണ്ട്. കാറ്റ് കാരണം അത്ര എണ്ണം മതിയാവും ചിക്കൻ വറുക്കാൻ. കുറച്ച് പീസ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മതിയായിരിക്കും അല്ലേ? ചൂടായി വരുന്നേ ഉള്ളൂ കേട്ടോ. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. അതെ, ചിക്കൻ ഇട്ട് കുറച്ചായി, കുറേ നേരം എടുക്കുമെന്ന് തോന്നുന്നു. സ്റ്റാറൊക്കെ നല്ലോണം കാണാം കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്, ഫുള്ള് കാണാൻ പറ്റിയിരിക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ക്യാമറയിൽ സ്റ്റാർ കാണാം, ഗോപ്രോയിൽ അത്രയും നല്ലോണം കാണില്ല. ാണെങ്കിൽ സെറ്റിംഗ് ഉണ്ടായിരുന്നു, ടൈം ലാപ്സ് എടുക്കായിരുന്നു. നമ്മൾ ചിക്കൻ്റെ ഒപ്പം ചപ്പാത്തി ഒപ്പം അതുണ്ടാക്കിക്കൊണ്ട് വന്നത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നമുക്ക്. ആ ലൈറ്റ് കാണുന്നത് ഒമാൻ ബോർഡറിലോട്ട് പോകുന്ന റോഡാണ്. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. സ്റ്റൗവിൻ്റെ അടുത്തിരുന്നപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമുണ്ട് തണുപ്പിന്. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത് കഴിഞ്ഞ് നമ്മൾ വറുത്തത് കോരി വെക്കുക കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമ്മൾ കുറേ നേരം എടുത്ത് വറുക്കാൻ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് സോസേജ് വറുക്കാനുണ്ട്. അതുപോലെ നമ്മൾ മസാല പുരട്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ എടുത്തങ്ങ് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ കോഫിയും കൂടെ ഉണ്ടാക്കാൻ നോട്ട് കഴിക്കുന്നതിന് മുന്നേ. ഇനിയിപ്പോൾ സോസേജ് വറുക്കണം. അത് കഴിഞ്ഞ് ചപ്പാത്തി അപ്പവും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് കോഫി ഉണ്ടാക്കി കഴിക്കാം. അപ്പം നമ്മൾ ചിക്കൻ വറുത്തത് എടുത്തിട്ട് സോസേജ് വറുക്കാൻ വെച്ചു കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെയാണ്, ചിക്കൻ്റെ ഇത്രയും ടൈം വേണ്ട. ഇപ്പം നമ്മൾ അടുത്തത് കോഫിയാണ്. ഇത് രണ്ടും ഇവിടെ റെഡിയായി. നമ്മളപ്പോൾ കോഫിയുടെ 3-in-1 ഇത് മേടിച്ച അതിപ്പം പൊടി ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് ചൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ചാൽ മതി, മാറ്റിയെടുത്താൽ മതി. അതാകുമ്പോൾ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര കൊണ്ടുവരണം, എല്ലാം എടുത്ത് കൊണ്ടുവരണം. അപ്പം നമ്മൾ കോഫി ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി. പൊറോട്ട, അപ്പം,
അപ്പം പൊറോട്ട അല്ല, ചപ്പാത്തി. സോറി ചപ്പാത്തി. ഇനിയിപ്പോ നമ്മൾ കഴിക്കാൻ പോവാ കേട്ടോ. ഞങ്ങളെ അപ്പം കഴിച്ചൊക്കെ കഴിഞ്ഞത് എൻ്റെ ടെന്റിന്റെ അകത്തോട്ട് കയറിയത്. നല്ല ഭയങ്കര തണുപ്പ്. തണുപ്പാണ്. നമ്മൾ ഇച്ചിരി നേരം പുറത്തിരുന്ന് കഴിച്ചിട്ടൊക്കെ. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പ് എടുക്കുന്നുണ്ട്. നമ്മൾ അകത്ത് കയറി. 15 ഡിഗ്രി ആട്ടോ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. കാറ്റും കൂടെ ആയതുകൊണ്ടാണ് ഭയങ്കര തണുപ്പങ്ങ്. ഞങ്ങൾ കുറച്ചു നേരം കൂടെ ഇവിടെ ഇരുന്നിട്ട് പിന്നെ കിടക്കാന്നുള്ള പ്ലാനിലാണ്. അപ്പൊ നമുക്ക് നാളെ കാണാം ഇനി.